ഭരണസിരാ കേന്ദ്രത്തിൽ സെക്രട്ടേറിയറ്റിൽ ജീവനക്കാർ തമ്മിൽ കയ്യാങ്കളി. ദൃശ്യം പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റ ശ്രമം. വെള്ളം കിട്ടിയില്ല. സെക്രട്ടേറിയറ്റിൽ ട്രഷറി ഉദ്യോഗസ്ഥരും ക്യാന്റീൻ ജീവനക്കാരും തമ്മിൽ കയ്യാങ്കളി. സെക്രട്ടേറിയറ്റിൽ വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം സംഘർഷം. ക്യാന്റീൻ ജീവനക്കാരും ട്രഷറി വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ സംഘർഷം. ക്യാന്റീനിൽ ഊണ് സമയത്ത് വെള്ളം കിട്ടിയില്ലെന്നാരോപിച്ച് ട്രഷറി ജീവനക്കാർ ക്യാന്റീൻ മാനേജരെ മർദ്ദിക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. വെള്ളം നിറച്ച ജഗ് തറയിലടിച്ച ട്രഷറി ജീവനക്കാരനും NGO യൂണിയൻ സെക്രട്ടറിയുമായ നേതാവ് ക്യാന്റീൻ ജീവനക്കാരെ ആക്രമിച്ചതായാണ് പരാതി. ക്യാന്റീൻ മാനേജർ സുരേഷ് കുമാർ ഇത് സംബന്ധിച്ച് കന്റോൺമെന്റ് പോലീസിന് പരാതി നൽകി. ക്യാന്റീൻ മാനേജർ ആക്രമിച്ചത് കാട്ടി അമൽ ട്രഷറി ഡയറക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. അതിനിടെ സംഘർഷത്തിന്റെ ദൃശ്യം പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞിറങ്ങുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകർ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ തമ്മിലുള്ള സംഘർഷത്തിന്റെ ദൃശ്യം പകർത്താൻ ശ്രമിച്ചത്. ഇതോടെ ചില ജീവനക്കാർ മാധ്യമപ്രവർത്തകർക്ക് നേരെ തിരിഞ്ഞു. ദൃശ്യം പകർത്തിയാൽ ക്യാമറ അടിച്ചു തകർക്കുമെന്ന് ഒരാൾ ഭീഷണിപ്പെടുത്തി. മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള കയ്യേറ്റത്തിൽ ശക്തമായ നടപടി വേണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയനും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബും ആവശ്യപ്പെട്ടു. സെക്രട്ടേറിയറ്റിൽ ജീവനക്കാർ തമ്മിലുണ്ടായ സംഘർഷം ചിത്രീകരിച്ച മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിലും ഭീഷണിപ്പെടുത്തിയതിലും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബും പ്രതിഷേധിച്ചു. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള മാധ്യമപ്രവർത്തകരുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് സെക്രട്ടേറിയറ്റിൽ അരങ്ങേറിയത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബും അറിയിച്ചു. ഏതായാലും വാർത്ത ചർച്ചയായതിനു പിന്നാലെ സോഷ്യൽ മീഡിയയും വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ മൂക്കിന് കീഴിൽ മൂന്നാമത്തെ അടി. സെക്രട്ടേറിയറ്റിൽ ഇടത് ജീവനക്കാർ വീണ്ടും ഏറ്റുമുട്ടുമ്പോൾ CPM-ന് നേരെ ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. സെക്രട്ടേറിയറ്റ് ക്യാന്റീനിൽ CPM അനുകൂല ജീവനക്കാർ തമ്മിലുള്ള സംഘർഷം വീണ്ടും സംഭവിച്ചതോടെയാണ് സജീവ ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും തുടങ്ങിയിരിക്കുന്നത്. ഏതായാലും സംഭവത്തിൽ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിലും ഭീഷണിപ്പെടുത്തിയതിലും പത്രപ്രവർത്തക യൂണിയനും പ്രതിഷേധിച്ച് രംഗത്ത് വന്നതോടെ ഇടതനുകൂല സംഘടനയും പ്രതിരോധത്തിലാവുകയാണ്. സെക്രട്ടേറിയറ്റ് വളപ്പിലും പരിസര പ്രദേശങ്ങളിലും ഈ വർഷം ഇത് 4ാമത്തെ തവണയാണ് ഇടത് സംഘടനാ ജീവനക്കാർ പരസ്പരം ഏറ്റുമുട്ടുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പ് മുതൽ ഗ്രൂപ്പ് പോര് വരെ ഇവരുടെ കയ്യാങ്കളിക്ക് കാരണമായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ക്യാന്റീനിലെ വെള്ളത്തിന്റെ പേരിലെ സംഘർഷമെന്നാണ് പുതിയ വിമർശനങ്ങൾ.